ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മൾ ഓട്ടം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് ഊബറിൽ. ഊബറും റാപ്പിഡോയും ഓല ഓൺലൈനിലാക്കിയിട്ടിട്ട് വീട്ടിൽ നിൽക്കണമായിരുന്നു കുറച്ച് നേരമായിട്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയേക്കണം. ഇപ്പോൾ ഒരു ഉച്ച ടൈമാണ്, 2:22 ആയിട്ടുണ്ട്. നല്ല വെയിലും നല്ല ചൂടുമാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ വീട്ടിൽ കിടന്നപ്പോഴത്തേക്കും ഒരു ട്രിപ്പ് അടിച്ച്. അപ്പോൾ ചെറിയൊരു ട്രിപ്പാണ്, നമ്മുടെ എറണാകുളം നോർത്തിലേക്കാണ്. അപ്പോൾ അത് പോയി പിക്ക് ചെയ്യാന്ന് ഓർത്തിട്ടാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിലെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. ഭയങ്കര പ്രശ്നങ്ങളാണ്. ടാക്സി ഡ്രൈവർമാരും എല്ലാവരും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഓൺലൈൻ ടാക്സിയും പരമ്പരാഗത ടാക്സിയും എന്ന് പറയുന്ന ആൾക്കാർ എല്ലാവരും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എറണാകുളത്താണ് പിന്നെയും വലിയ കുഴപ്പമില്ലാത്തതെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ ഈ കോട്ടയം, അതുപോലെ ആലപ്പുഴ, തിരുവനന്തപുരം, തൃശ്ശൂർ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് ട്രിപ്പ് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് EMI അടച്ച് ജീവിച്ചു പോകണ്ടേ. അപ്പോൾ നമ്മ എന്തായാലും ട്രിപ്പ് എടുക്കാൻ വേണ്ടി, പിന്നെ നമ്മ എവിടെ നിന്ന് കിട്ടിയാലും ട്രിപ്പ് എടുക്കും, ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ കഴിഞ്ഞിടക്ക് ഇവിടെ സമരമാണെന്ന് പറഞ്ഞു, ഇങ്ങനെ 3 ദിവസം അടുപ്പിച്ച് ഓരോ ഇത് സമരമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സമരമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ സമരം പറഞ്ഞ ആൾക്കാർ തന്നെ അതിൽ ഓടുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മ മാത്രം സമരം ഇതാക്കണ്ടാവില്ല. സമരം എന്തിനാർന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫെയർ, അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് ഫെയർ കൂടുതൽ കിട്ടാനും. ഇപ്പോൾ ഈ ഓൺലൈൻ ടാക്സി തന്നെ നമുക്ക് ഫെയർ കുറവാണ് തരുന്നത്. ഇപ്പോൾ റാപ്പിഡോയൊക്കെ വന്നാൽ നേരത്തെ ഊബറിനുണ്ടായ ചാർജും കൂടി ഇപ്പോൾ കിട്ടാത്ത അവസ്ഥയാണ്. കാരണം കോമ്പറ്റീഷൻ ആയിക്കണേ, റാപ്പിഡോ, ഓലെ, ഊബർ എല്ലാം കൂടി വന്നിട്ട് കോമ്പറ്റീഷൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വെച്ചാൽ ചാർജും കൂടി കിട്ടാനില്ല. റാപ്പിഡോയൊക്കെ ഓട്ടോവിനേക്കാളും റേറ്റ് കുറവിലാണ് ഈ ടാക്സിയൊക്കെ ഓടണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഈ മൊത്തം ഈ വഴക്കും ഈ അവസ്ഥയാണെങ്കിൽ ഈ ടാക്സി ഡ്രൈവേഴ്സും ഈ പരമ്പരാഗത ടാക്സി ഡ്രൈവേഴ്സും എന്ന് പറയണവർ തമ്മിൽ റോട്ടിൽ കിടന്ന് തല്ലി വെക്കാനേ സമയം ഉണ്ടാവുള്ളൂ തോന്നുന്നു. എന്തൊക്കെ വരും എന്തൊക്കെയാവോന്ന് അറിയില്ല. എന്തൊക്കെയാണെങ്കിലും അതെ, നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കണാണ്. ഇപ്പോൾ ഒരു മിനിറ്റും കൂടി കാണിക്കുന്നുള്ളൂ. ഇവിടെ അടുത്തുനിന്ന് തന്നെ, നമ്മുടെ സൗദി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്, കൊച്ചിയില. അപ്പോൾ ഒരു ഉച്ച രാവിലെ കുറച്ച് പരിപാടി ഉണ്ടായതുകൊണ്ട് രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഇറങ്ങണത്. എന്തായാലും നമ്മൾ ഭയങ്കര റേറ്റ് കുറവിലുള്ള ട്രിപ്പൊന്നും എടുക്കില്ല. പക്ഷേ ഈ പറഞ്ഞ റാപ്പിഡോയൊക്കെയാണ് ഭയങ്കര ചാർജ് കുറവ്. അപ്പോൾ നമുക്കിപ്പോൾ ഊബറിലാണ് ഒരു ട്രിപ്പ് അടിച്ചേക്കണത്. എന്തായാലും നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് എത്ര രൂപ ഓടും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ റേറ്റ് നല്ല കുറവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ഓലയിലൊരു ട്രിപ്പ് അടിച്ച്. പക്ഷേ ഓലയിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിക്കപ്പ് ചെയ്യാനായിട്ട് ഒരു 3 കിലോമീറ്റർ വരെ പിക്കപ്പ് ചെയ്യാനായിട്ട് അത് നമുക്ക് നഷ്ടമാണ്. അങ്ങനെ അത് ക്യാൻസൽ ചെയ്ത് ഇതേ ഓലയിൽ തന്നെ ഒരു കാക്കനാടേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഊബറിൽ നമുക്ക് ആ ട്രിപ്പിൽ കിട്ടിയത് ഇങ്ങോട്ട് വന്നപ്പോൾ 205 രൂപ കിട്ടിയത്. പിന്നെ അതെ, ഇപ്പം നമുക്ക് ഓലയിൽ ഒരു ട്രിപ്പ് അടിച്ചേക്കണം. ഒരു 244 രൂപ അടിച്ചേക്കണം. വലിയ കുഴപ്പമില്ലാത്ത റേറ്റാന്ന് തോന്നാൻ. എന്തായാലും ഊബർ കുറച്ചൊരു ഓഫ്ലൈനിലാക്കിയിട്ട് ഓലയിൽ ആ ട്രിപ്പ് പോയി പിക്ക് ചെയ്യാന്ന് ഓർത്തത്. പിക്കപ്പ് ഇവിടെ അടുത്ത് തന്നെ 4 മിനിറ്റ് 1 കിലോമീറ്റർ ഉള്ളത്. എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. അങ്ങനെ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഓലയിൽ കിട്ടിയത് അത് 243 രൂപ നമുക്ക് കിട്ടിയത്. കേരള സവാരിയൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉച്ചക്ക് ഇറങ്ങിയപ്പോൾ ഓൺ ചെയ്തിട്ടേക്കണം. ഇതുവരെ ഒറ്റ ട്രിപ്പ് അടിച്ചിട്ടില്ല ഓലയിൽ. ഇപ്പോൾ 2 ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയേക്കണം. CNG കുറച്ച് കുറവാണ്, 2 ഉള്ളത്. CNG ആ ഭാഗത്തേക്ക് വല്ലതും കിട്ടുമെന്നാണ്. റാപ്പിഡോ ഇപ്പോൾ ഓൺലൈനിലാക്കണ്ട. റാപ്പിഡോ ഭയങ്കര റേറ്റ് കുറവിൽ ട്രിപ്പ് അടിക്കണത്. റേറ്റ് കുറവിൽ ട്രിപ്പ് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. ഇപ്പോൾ DLFൻ്റെ ബാക്ക് സൈഡിലാണ് ഉള്ളത്. DLFന് ഒരു ട്രിപ്പ് കിട്ടിയാൽ കൊള്ളാറ്. കൊച്ചിയിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 300 രൂപ കാണിച്ചേക്കണം. ഇതുണ്ട് 2 മിനിറ്റുള്ള പിക്കപ്പ്. നമ്മുടെ മൂലംകുഴി ചുള്ളിക്കൽ ആ ഭാഗത്തേക്ക് ആ ഒരു ട്രിപ്പ് കിട്ടിയേക്കണത്. എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ പെട്ടെന്ന്.
നമുക്ക് DLF തന്നെയാണ് ട്രിപ്പ് അടിച്ചത്. ഇവിടെ എത്തിയിട്ടുണ്ട്. കസ്റ്റമറെ കോണ്ടാക്ട് ചെയ്തിട്ട് എടുത്തിട്ടില്ല. ഇതിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മൾ നിന്നയിച്ചത്. ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു പഞ്ചായത്തുള്ള ആള് കമ്മിങ് എന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ട്. ഇവിടെ ഒരു പഞ്ചായത്തുള്ള അതിൽ കൂടുതൽ ആളുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ട്രിപ്പ് കിട്ടും. അങ്ങനെ ആ ട്രിപ്പ് അമ്മ കൊച്ചി കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്ത് അതിലൊരു 300 സംതിങ് 296 കിട്ടിയേക്കണം. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഓലയിൽ ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്തപ്പോൾ തന്നെ ഒരു ചെറിയ ട്രിപ്പ് ആയിട്ടേക്കണം. ഒരു 1 കിലോമീറ്റർ പറ്റിയ പിക്കപ്പ് ഉണ്ട്. തോപ്പുംപടിയിലാണ് ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ അടുത്ത് തന്നെയാണ്. 1-2 കിലോമീറ്റർ ഡ്രോപ്പിനേ ഉണ്ടാവുള്ളൂ. എന്തായാലും അത് പോയി പിക്ക് ചെയ്യാന്ന് ഓർത്ത് കുറച്ച് നേരം ഊബർ ഓഫ് ലൈനിലാക്കിയിട്ട് എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞത് നമ്മൾ തോപ്പുംപടിയിലാണ് ഉള്ളത്. ഇപ്പം അതിൽ എത്രയാണ് കിട്ടിയത്? ലാസ്റ്റ് ട്രിപ്പ് 131 രൂപ കിട്ടി. അതൊരു 3 കിലോമീറ്റർ ഇല്ലായിരുന്നു. പിക്കപ്പും കൂട്ടി 3 കിലോമീറ്ററിൽ കൂടുതലുണ്ടായി. അപ്പോൾ കുഴപ്പമില്ല. അത് അത്യാവശ്യം നല്ല ട്രിപ്പാണ്. അങ്ങനെയുള്ള ട്രിപ്പ് കിട്ടുമെങ്കിൽ നല്ലതാണ്. ജസ്റ്റ് ഒരു 10-20 മിനിറ്റ് പോലും എടുക്കൂല നമുക്ക്. ഇത് തോപ്പുംപടിയിലാണ് നിൽക്കണം. നമ്മളെ ഓൺലൈനിലാണ്. സമയം ഒരു 5 മണിയായി. പിന്നെ ഞാൻ മഞ്ഞ വഴിക്ക് അച്ഛക്ക് തീർത്തിയാന്നും പറഞ്ഞിട്ടാണ് കയറിയത്. മഞ്ഞ വഴിക്ക് പക്ഷേ ഇത് നൈസായിട്ടൊന്ന് CNG അടിക്കാൻ കയറി. കാരണം ഒട്ടില്ലായിരുന്നു, വറ്റിയിരിക്കണമായിരുന്നു. അപ്പോൾ CNG അടിച്ച് ഊബറിൽ ഒരു 500 രൂപ ആയിട്ടുണ്ട്. ഇതിലൊരു 375 രൂപ ആയിട്ടുണ്ട്. അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ. തൃപ്പൂണിത്തറക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ നിൽക്കണ അവിടെ നിന്ന് 300 മീറ്ററുകൾ 1 മിനിറ്റ് തൊട്ടടുത്ത് തന്നെ. അങ്ങനെ ആ ട്രിപ്പ് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തപ്പോൾ 218 രൂപ കിട്ടി. നമ്മുടെ തൃപ്പൂണിത്തറ അവിടെ ടെമ്പിളിലൊക്കെ നല്ല അവിടെ ആ ടെമ്പിളിൻ്റെ ഭാഗത്ത് നല്ല ബ്ലോക്കാണ്. അവിടെ ഉത്സവം തുടങ്ങിയേക്കണേണ്. ഞാൻ നിൽക്കണ അവിടെ തന്നെയാണ് ഇത് അടിച്ചേക്കണേന്ന് തോന്നുന്നത്. 50 മീറ്ററുകൾ ഇൻഫോ പാർക്കിൻ്റെ അങ്ങോട്ടാണ്. എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ പുള്ളിനെ. ഓലയിലൊരു ചെറിയ ട്രിപ്പ് അടിച്ച് 130 രൂപയൊക്കെ കാണിച്ച. ഞാൻ വിചാരിച്ചു ഓലയിൽ കുറച്ചും കൂടി റേറ്റ് കൂടുതലൊന്നും. കുറച്ച് മുമ്പ് വരെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഒരു 130 രൂപ കാണിച്ചത്. എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ഇത് പോയി പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യാം. ഇൻഫോ പാർക്കിൻ്റെ അകത്തേക്ക് അമ്മ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു. ഓൺ ദ വേയിൽ തന്നെ ഇതേ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. വെയിറ്റിങ്ങിലാണ്. ഇപ്പം ഈ വന്ന ട്രിപ്പിൽ നമുക്ക് കിട്ടിയത് 196 രൂപ. ടോട്ടലി 916 രൂപ ഊബറിലായിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെയാണ് പിക്ക് ചെയ്യാനുള്ളത്. പക്ഷെ ഇതിങ്ങനെ കറങ്ങി ചെല്ലണം മാത്രമേ ഉള്ളൂ. ഇത് കൊച്ചിക്കാണെങ്കിൽ ഇത് നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ആയിരിക്കും. എന്തായാലും എങ്ങോട്ടാണെന്നൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക്. ഫോട്ടോച്ചിക്ക് തന്നെയാണെന്നാണ് തോന്നണത്. പക്ഷെ വേറെ എന്തൊക്കെയോ കാണിച്ചു കഴിഞ്ഞു. എന്തായാലും പോയി പിക്ക് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ നമ്മൾ ഫോട്ടോച്ചി വെളി ഗ്രൗണ്ടിൻ്റെ അവിടെ ആയിരുന്നു ഡ്രോപ്പ്. അപ്പോൾ ആ ട്രിപ്പിൽ കിട്ടിയത് 381 രൂപ. കറക്റ്റായിട്ട് ഫോട്ടോച്ചിക്ക് ട്രിപ്പ് കിട്ടി. ഒരു എത്ര 7:55 ആയിട്ടുണ്ട് ടൈം. പിന്നെ അമ്മ ടോട്ടലപ്പോൾ നമുക്ക് ഊബറിൽ നിന്ന് ഒരു 1300 രൂപ കൂടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓലയിൽ ഒരു 375. അപ്പോൾ ഒരു 1700 രൂപ പറ്റേ ഏൺ ചെയ്തിട്ടുണ്ട് ഇന്ന്. ഒരു 2:30 എപ്പോഴാണ് ഇറങ്ങിയത്. ഒരു 8 മണിയാവണേ ഉള്ളു. അപ്പം ഇന്ന് അമ്മ ഒരു 1675 രൂപ 1700 രൂപ ആ റേഞ്ചിലാണ് ഓടിയേക്കണത്. ഇപ്പം തിരിച്ച് ഫോട്ടോച്ചിയിലേക്ക് ട്രിപ്പ് കിട്ടിയേക്കണതുകൊണ്ട് തന്നെ ഇനി എന്തായാലും നമ്മൾ പതിയെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എപ്പോൾ കിട്ടും തിരിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ രാത്രി ചിലപ്പോൾ കാലിക്കൊക്കെ ഓടിച്ച് പോരേണ്ടി വരും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ തോന്നൂല. ഞാൻ വിചാരിച്ചതൊരു 2000 രൂപ ഓടണമെന്ന് വിചാരിച്ച് ഇറങ്ങിയത്. നമ്മൊരു മനസ്സിൽ വിചാരിച്ചൊരു എമൗണ്ട്. പക്ഷേ കുഴപ്പമില്ല. നമുക്ക് ഇങ്ങോട്ട് തന്നെ ട്രിപ്പ് കിട്ടി കൊണ്ടിട്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഈ ടാക്സി ഇപ്പോഴത്തെ ഇതിൻ്റെ കാര്യം പറയണേ, എനിക്ക് ഇൻഫോ പാർക്കിൽ നിന്നാണ് ഇപ്പോൾ ഫോട്ടോച്ചിക്ക് ട്രിപ്പ് കിട്ടിയത്. അതിന് മുമ്പ് ഫോട്ടോച്ചിയിൽ ഇൻഫോ പാർക്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്തപ്പോഴത്തേക്കും
കയറിയ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞെന്ന് ഇപ്പൊ എന്താ റാപ്പിഡോയിലൊക്കെ വല്ല പ്രശ്നമുണ്ടോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രശ്നമല്ല, ഇതിപ്പോ നമുക്ക് ചാർജ് കുറവായതുകൊണ്ടാണ് ഡ്രൈവേഴ്സ് ഒന്നും എടുക്കാത്തത്. അപ്പൊ ഇപ്പോഴും റാപ്പിഡോ ഓടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് റേറ്റ് കുറവാണെങ്കിൽ അത് എടുക്കാണ്ടിരിക്കണ നല്ലത്. ഞാൻ ഇന്ന് റാപ്പിഡോ ഓൺലൈനിലാക്കിയിട്ടില്ല. പിന്നെ ഇപ്പൊ എന്തോ റാപ്പിഡോ ആരും അധികം അങ്ങനെ ഓടുന്നില്ല, സമരം പോലെയൊക്കെയാണെന്ന് പറഞ്ഞ സംഭവം. വേറെ ഒന്നുമല്ല, നമ്മ അങ്ങനെയൊക്കെ ചെയ്താലേ ഫെയർ കൂട്ടി കിട്ടുള്ളൂ. അപ്പൊ പുള്ളി കയറിയിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ പുള്ളീനെ വിളിച്ചിട്ട്, പുള്ളി എന്തോ അത്യാവശ്യത്തിന് പോകാൻ നിന്ന സമയത്ത് പുള്ളീനെ വിളിച്ചിട്ട് ഇതേപോലെ വിളിച്ചിട്ട് കിട്ടിയില്ല, വിളിച്ചിട്ട് എടുത്തിട്ടിട്ട് വേറെ റൂട്ടിൽ പോയി വേറെ ട്രിപ്പ് എടുത്തു പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി ചോദിക്കണെന്ന് പറഞ്ഞാൽ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണം, നമുക്ക് താല്പര്യമില്ലെങ്കിൽ എടുക്കാണ്ടിരുന്നാ പോരെ. അപ്പൊ സംഭവം ശരിയല്ലേ, നമുക്കിപ്പോ ആവശ്യമില്ലെന്നാണെങ്കിൽ എടുക്കാണ്ടിരുന്നാൽ മതി ആ ട്രിപ്പ്. അതുപോലെ തന്നെ പിന്നെ ചിലര് വിളിച്ചിട്ട് കസ്റ്റമറിനെ വിളിച്ചിട്ട് ഇത് ഇങ്ങനെ പറയണ വീഡിയോസ് ഒക്കെ അങ്ങനെ ഓട്ടോറിക്ഷയുടെ ഓട്ടോന്റെ റേറ്റ് അല്ലേ ഉള്ളത്, റേറ്റാണ്, അതായത് മുതലാവൂല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കസ്റ്റമറിന് ചൂടാണോ പോലത്തെ സംഭവമൊക്കെ. ഇപ്പൊ ഞാനൊരു കസ്റ്റമർ ആണെങ്കിൽ ഞാൻ 10 രൂപ ലാഭം കിട്ടുമെങ്കിൽ അതേ നോക്കുള്ളൂ, അവരമ്മ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മ അങ്ങനെ പറ്റൂലെന്നാണെങ്കിൽ നമ്മ എടുക്കാണ്ട് ഓടാണ്ടിരിക്കുക. ഇന്ന് ഇപ്പൊ എനിക്ക് മറ്റേ ഓലയില് വേറെയും ചെറിയ നമുക്ക് ലാഭമില്ലാത്ത ട്രിപ്പ് പോയിരുന്നു, നമ്മ അത് എടുക്കാണ്ടിരിക്കുക. നമുക്ക് പറ്റില്ലെന്നാണെങ്കിൽ എടുക്കാണ്ടിരിക്കുക. ഇപ്പൊ എടുത്ത് ഓടുമെന്നാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ മാത്രം നമ്മ എടുക്കുക, അല്ലെങ്കിൽ എടുക്കാണ്ടിരുന്നിട്ട് കസ്റ്റമറിനെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ പരമ്പരാഗത ടാക്സി ഡ്രൈവേഴ്സ് ഇവര് തമ്മിൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ പേഴ്സണൽ ട്രിപ്പുള്ള സമയത്ത് പേഴ്സണൽ ട്രിപ്പ് ഓടിയിട്ട് നമ്മളെന്ത് ചെയ്യും, പേഴ്സണൽ ട്രിപ്പ് ഓടിയിട്ട് ബാക്കി ടൈമിന് യൂബർ ഓടും, അങ്ങനെ ചെയ്യും. അപ്പൊ അങ്ങനെ ഇവർക്ക് ചെയ്യാവുന്നേ ഉള്ളു. പിന്നെ ഓട്ടോ ആണെങ്കിലും ഇപ്പൊ ഓട്ടോക്കാര് പഴയ കുറച്ച് പ്രായമുള്ള ചേട്ടന്മാര് മാത്രം ഇപ്പോഴും ഓടാണ്ട് നിൽക്കുന്നത്, കാരണം അവർക്ക് അറിയാൻ പറ്റില്ല. സംഭവം ശരിയാണ്, അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ല, കസ്റ്റമേഴ്സ് വെച്ച് നോക്കാൻ നേരത്ത് അവർക്ക് ലാഭം ഇത് തന്നെ. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോ വിളിക്കാൻ വേണ്ടി റോട്ട് ചെയ്യുന്നിട്ട് മറ്റേ നമ്മുടെ കളമശ്ശേരി അവിടെ വെച്ചിട്ട് ഒരു അത്യാവശ്യത്തിന് സ്ഥലത്ത് പോകാൻ വേണ്ടി നിന്നിട്ട് എവിടെ ഓട്ടോയൊക്കെ കൈ കാണിച്ചിട്ട് കുറേ നേരം നിന്നിട്ട് കൈയും കാലൊക്കെ പൊക്കി കാണിച്ചിട്ട് കിട്ടണില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞില്ല. പിന്നെ 1-2 ചേട്ടന്മാരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവർക്ക് യൂ ടേൺ ചെയ്ത് വരാൻ പറ്റില്ല. ആകെ 500 മീറ്റർ പോയാൽ മതിയായിരുന്നു. ഞാൻ ചേട്ടാ ഒരു 500 മീറ്റർ പോയാൽ മതി, മഴയെ കൊണ്ടിട്ടാണ് ഞാൻ വണ്ടി വിളിച്ചത്, അല്ലെങ്കിൽ നടന്നു പോകാനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കേൾക്കാനില്ല, വരൂല എന്നുള്ള സീനൊക്കെ. പിന്നെ ഇതൊക്കെ കൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഇത് ബുക്ക് ചെയ്തതാണ്. കാരണം അവർക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് വന്ന് പിക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കസ്റ്റമേഴ്സിന് അത് തന്നെയല്ലേ ഏറ്റവും ബെറ്റർ. ഞാനൊരു കസ്റ്റമറാണ്, ഞാനും അങ്ങനെ തന്നെ അല്ലേ ചെയ്യുള്ളൂ. അപ്പം ഞാനും ഇങ്ങനെ ഓട്ടോ ബുക്ക് ചെയ്യാൻ നിന്നിട്ട് ഞാൻ തന്നെ ഓർത്ത് നമുക്ക് ഊബർ ബുക്ക് ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഓട്ടോ എന്തെങ്കിലും ബുക്ക് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് വന്നതിനെല്ലാന്ന് ഓർത്ത് ഞാൻ പിന്നെ സമയമില്ലാതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അത് കൂടുതൽ ടൈം എടുത്തെന്ന് എനിക്ക് തോന്നണം. അപ്പം എനിക്കും ഇങ്ങനെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യമോ വിരോധമോ ഒന്നും ഉണ്ടായിട്ടല്ല ഈ കാണിക്കണത്. എല്ലാവർക്കും ഇപ്പോൾ അറ്റാച്ച് ചെയ്ത് ഓടണമെന്നാണെങ്കിൽ ഓടാം, അല്ലാത്ത നമ്മുടെ പേഴ്സണൽ ട്രിപ്പുള്ള സമയത്ത് അതും എടുക്കാമല്ലോ. പിന്നെ എന്തൊക്കെയാണ് സംഭവം എന്ന് മനസ്സിലായില്ല. പിന്നെ ഗവൺമെന്റ് ഇതിനകത്ത് മെയിനായിട്ട് ഒരു അഭിപ്രായം പറയണമില്ല. ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രം നമുക്ക് ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് പക്ഷേ നമ്മുടെ ഗവൺമെന്റിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് പറയാം. പക്ഷെ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നടപടി ആയി എന്താന്ന് വെച്ചാൽ ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഇതേപോലെയുള്ള ഒരുപാട് പേര് ഇപ്പൊ ഈ സംഭവം വന്നിട്ട് ഇത്ര പേർക്ക് അതൊരു തൊഴിലാണ്. ഇപ്പൊ പണിയില്ലാണ്ട് നടക്കണം പറഞ്ഞ പിള്ളേര് ഇവരെ ഇപ്പൊ ഒരുപാട് പേർക്ക് തൊഴിലാണ്. എനിക്കുൾപ്പെടെ നമുക്കിതൊരു തൊഴിലവസരമല്ലേ. അപ്പൊ പിന്നെ അത് നമ്മ അതിന് അങ്ങനെ ഇതായിട്ട് പറഞ്ഞിട്ടല്ല. പിന്നെ ഇവരുടെ കമ്പനികള് ഫെയർ നമ്മളെ ഒരുപാട് കമ്പനികൾ ഇപ്പൊ വന്ന് ഓല, ഊബർ, റാപ്പിഡോ, അങ്ങനെ കേരള സവാരി, അങ്ങനെ എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം മൊത്തത്തിൽ കോമ്പറ്റീഷൻ ആയേക്കാണ്. അപ്പൊ അവർക്ക് എന്താ എങ്ങനെയെങ്കിലും കസ്റ്റമറിനെ പിടിക്കണം, അതിന് മാക്സിമം റേറ്റ് ഇട്ട് കൊടുക്കാൻ നോക്കാൻ. പക്ഷെ അത് നമുക്കുള്ള പണിയാണത്, മനസ്സിലായി. അപ്പൊ അതിനെതിരെ പ്രതികരിക്കണം നമ്മ. അല്ലാണ്ട് ഈ അവിടെ നിന്ന് ട്രിപ്പ് എടുക്കുക, ഇവിടെ നിന്ന് ട്രിപ്പ് എടുക്കുന്നത്, അത് ഇതൊക്കെ പറഞ്ഞിട്ട് ആരും വന്നിട്ട് കാര്യമില്ല. എൻ്റെ അടുത്ത് ആരും വന്നിട്ട് കാര്യമില്ല. ഞാൻ എന്തായാലും എനിക്ക് കിട്ടണ സ്ഥലത്ത് നിന്നൊക്കെ ട്രിപ്പ് എടുക്കും. നമ്മ ആരെയും പിടിച്ചു പറിക്കാനാ ഒന്നിനും പോകണമെന്നില്ല, നമുക്കാരായിട്ടും വഴക്കില്ല. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നാണെങ്കിൽ ആ ചേട്ടൻ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഞാൻ പുള്ളിയും തിരുത്തിക്ക് അങ്ങോട്ട് പോണായിരുന്നു, അപ്പൊ അത് കാരണം അതും പറ്റിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഇതിലൊരു തീരുമാനം അറിയിക്കേണ്ടതാണ്. അപ്പോ
ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു. ഞാൻ ഒരു 2000 രൂപ ഓടണമെന്നൊക്കെ ഓർത്ത് ഇറങ്ങി. പക്ഷെ ഒരു 1700 രൂപ പറ്റേ ഓടാൻ പറ്റുള്ളൂ. ഓടാർന്ന്. ഇന്ന് വ്യാഴാഴ്ച ആയിരുന്നു. ഓടണമെങ്കിൽ കുറച്ചു നേരം കൂടി ഓടാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മ പിന്നെ കാലിക്കടിച്ച് അവിടെ നിങ്ങോട്ട് തന്നെ നഷ്ടം നോക്കാൻ നേരത്ത് അതിൽ ലാഭം ഇത് തന്നെ പതിയെ വീട്ടിലേക്ക് പോണതാ. പിന്നെ നമുക്ക് CNG ഒക്കെ ആണെങ്കിലും കുറച്ച് ബാലൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നാളെ പറ്റുമെന്നാണെങ്കിൽ ഒരു ഫുൾ ഡേ ഓടുന്ന വീഡിയോ ഇടണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നോക്കണം. അപ്പോൾ കുറേ നാളായി നമ്മൾ ഫുൾ ഡേ ഓടി എത്ര ഉറപ്പിക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യമൊക്കെ നോക്കിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനലൊക്കെ ഇഷ്ടമാകുന്നുണ്ടെന്നാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.